Hey guys, welcome back to my YouTube channel Fun Talks with Sarah. അപ്പോൾ ഗായ്സ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഹോട്ട് ഗാർലിക് ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് വെച്ച് ഒരു മിക്സ്ഡ് നൂഡിൽസ് ആണ്. നമുക്ക് ആദ്യം പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഓരോരോ വെജിറ്റബിൾസ് ആയിട്ട് കുക്ക് ചെയ്തെടുക്കാം. വെജിറ്റബിൾസ് എല്ലാം ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നാൽ മതി കേട്ടോ. ആദ്യം നമുക്ക് ഉള്ളി ആഡ് ചെയ്യാം. ഇതിനകത്തോട്ട് ഫുള്ള് ഉള്ളി ഇട്ടിട്ട് ഒരു ഉള്ളിയോ അല്ലെങ്കിൽ 1.5 ഉള്ളി എടുത്തിട്ട് ചോപ്പ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വേണം ഇതിടാനായിട്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉള്ളി ഒന്ന് വഴണ്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. നമ്മൾ ചെറുതായിട്ട് അടുപ്പൊന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഉള്ളി അത്യാവശ്യം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. നമ്മളെല്ലാം സ്റ്റെപ്പായിട്ട് വേണം വെജിറ്റബിൾസ് ആഡ് ചെയ്യാൻ. അപ്പോൾ ക്യാരറ്റും ഇനി ഒന്ന് വഴണ്ട് വന്നിട്ട് ബാക്കിയുള്ള വെജിറ്റബിൾസോട് നമുക്ക് ഓരോന്നായിട്ട് ആഡ് ചെയ്യാം. ക്യാരറ്റ് ഉള്ളി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാബേജ് കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്യാം. ഇതൊരു സെക്കൻഡ് ലാസ്റ്റ് വെജിറ്റബിൾ ആട്ടോ. നമുക്ക് ഇനി തക്കാളി ടൊമാറ്റോ ഒന്നും ആഡ് ചെയ്യണമെന്നില്ല. പിന്നെ ഞാൻ ടൊമാറ്റോ ഒന്നും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ക്യാബേജും ക്യാപ്സിക്കം ഒണിയൻ പിന്നെ ക്യാരറ്റ്. അപ്പം നമ്മളിപ്പം ക്യാബേജ് കൂടെ ആഡ് ചെയ്തു. ഇനി ക്യാപ്സിക്കം ഉണ്ട്. ഇത് മൂന്നും ഒന്ന് ഒരുമിച്ച് സെറ്റായിട്ട് വരുമ്പോഴത്തേക്കും ക്യാപ്സിക്കോട് ആഡ് ചെയ്യാം. ക്യാബേജും ക്യാരറ്റും ഉള്ളിയും വഴണ്ട് വന്നിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാപ്സിക്കോട് അതിനോട് ആഡ് ചെയ്യാം. ഈ 4 വെജിറ്റബിളോട് ഒന്ന് സെറ്റായിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിനി നൂഡിൽസ് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഞാൻ അപ്പുറത്തെ അടുപ്പയിൽ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം.
ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് നൂഡിൽസ് വേവിക്കാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടിയിൽ വെള്ളം വെക്കാം. ഞാൻ മഗ്ഗിലാണ് എടുക്കുന്നതിൽ 2 മഗ്ഗ് വെള്ളമൊക്കെ മതിയാവും കേട്ടോ. ഇത് നൂഡിൽസ് 4 എണ്ണമാണല്ലോ ഉണ്ടാവുക. അപ്പോൾ ഞാൻ വെജിറ്റബിൾസും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ വെള്ളവും വെക്കുന്നുണ്ട്. അമ്മയാണ് എന്നെ ഹെൽപ്പായിട്ട് നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ വെജിറ്റബിൾസ് എല്ലാം ഓൾ സെറ്റാണ്. ഇനി നമുക്കൊരു വേറെ പാത്രത്തിലോട്ട് മാറ്റിയാൽ മതി കേട്ടോ. അങ്ങനെ വെള്ളം വെച്ചു. വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് നൂഡിൽസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ വെജിറ്റബിൾസ് അരിഞ്ഞ് വെച്ച പാത്രത്തിൽ തന്നെ ആ വെജിറ്റബിൾസ് ഒന്ന് സോട്ടായത് ആ പ്ലേറ്റിലേക്ക് തന്നെ മാറ്റുവാണ് കേട്ടോ. നമുക്കിനി മുട്ടയൊക്കെ സ്ക്രാമ്പിൾ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നൂഡിൽസ് ഞാൻ ഉടച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം രണ്ടും കൂടെ നോക്കുവാണ്. ഇടയ്ക്ക് ഞാൻ അമ്മയെ ഹെൽപ്പിന് വിളിക്കുന്നുണ്ട്. കാണുമ്പോഴറിയാൻ നൂഡിൽസിനകത്ത് ഫുൾ ഇങ്ങനെ വൈറ്റ് ഇങ്ങനെ പാതയല്ലേ, അപ്പോൾ നമ്മളത് ഊറ്റി കളയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം ഊറ്റിയതിന് ശേഷം മസാല ആഡ് ചെയ്യുവാണ് കേട്ടോ. 4 പാക്കുണ്ട്, 4 പാക്കറ്റും നമ്മൾ മസാല ആഡ് ചെയ്യുന്നുണ്ട്. ഗൈസ്, പാക്കറ്റ് കട്ട് ചെയ്തിട്ട് അതിനകത്ത് ഇടാൻ വേണ്ടിയിട്ട് എടുത്തപ്പോഴത്തേക്കും കുറച്ചൊക്കെ താഴെ പോവുകയും ചെയ്തു ഗൈസ്. കുറച്ച് നേരം മസാലയൊക്കെ ഇട്ടതിന് ശേഷം അടച്ച് വെച്ച് വേവിച്ചു കേട്ടോ. നമ്മൾ തുറന്ന് നോക്കുവാണ് സെറ്റായെന്ന്. ഏകദേശം വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും നമുക്ക് കുറച്ച് നേരം കൂടെ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. നമ്മൾ രണ്ടാമത് വീണ്ടും അടച്ചു വെച്ചിട്ട് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് ചെറുതായിട്ട് നടുക്കി പിടിച്ചു. എന്നാലും എല്ലാം വറ്റിയൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്യാം. നമുക്ക് എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്യാൻ നേരത്തെ വെജിറ്റബിൾസ് കുക്ക് ചെയ്ത പാൻ തന്നെ എടുത്തു, എണ്ണ ഒഴിച്ചു, എഗ്ഗ് ഇട്ടു. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഒരുമാതിരി ഒരു അവിയൽ വരും പോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തു. പെട്ടെന്ന് തന്നെ അത് കുക്കായി കേട്ടോ. ഞാൻ സോൾട്ട് ആഡ് ചെയ്യാൻ മറന്നു പോയതാണ്. ഓൾറെഡി നമ്മുടെ വെജിറ്റബിൾസിനകത്തൊക്കെ സോൾട്ട് ഉണ്ട്. വേണമെങ്കിൽ മാത്രം പിഞ്ച് ഓഫ് സോൾട്ട് ആഡ് ചെയ്താൽ മതി. ഞാൻ ആഡ് ചെയ്തിട്ടില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് പെപ്പർ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ ഇതൊക്കെ മറന്നു പോയാണ്. പിന്നെ അവസാനം ഗാർണിഷിങ്ങിൻ്റെ സമയത്ത് മാത്രം ഞാൻ ഇച്ചിരി പെപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എഗ്ഗൊക്കെ സ്ക്രാമ്പിളായി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം ചിക്കനും വെജിറ്റബിൾസും എഗ്ഗും എല്ലാം കൂടെ നൂഡിൽസിനകത്ത് നിങ്ങൾ മിക്സ് ചെയ്തെടുക്കാം. അതാണ് നമ്മുടെ ലാസ്റ്റ് പ്രോസസ്സ്. അങ്ങനെ എല്ലാം സെറ്റായി. ഇനി നമുക്ക് ഓരോന്നിട്ട് ആഡ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച വെജിറ്റബിൾസാണ് നൂഡിൽസിനകത്ത് ആഡ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ സ്റ്റൗ എല്ലാം ഓഫ് ചെയ്തു. ജസ്റ്റ് മിക്സിങ് പരിപാടി ആയതുകൊണ്ട് ഞാൻ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തിട്ടാണ് ഇതൊക്കെ ആഡ് ചെയ്യുന്നത് കേട്ടോ. നമുക്കിനി നൂഡിൽസും വെജിറ്റബിൾസും കൂടെ ഫസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം വെജിറ്റബിൾസ് നൂഡിൽസ് മിക്സായി നമുക്ക് എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒറ്റ കയ്യിൽ ഫോണും ഒറ്റ കയ്യിൽ എഗ്ഗും പാനും കൂടെ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. തന്നെ ഞാൻ സക്സസ്ഫുള്ളി എഗ്ഗും നൂഡിൽസിനകത്തോട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ച് അതിനകത്തോട്ട് ഒറിഗാനോ ആഡ് ചെയ്യാം കേട്ടോ. ഇപ്പം ഇത് ഞങ്ങൾ ഒരു ദിവസം പാസ്ത ഉണ്ടാക്കാൻ പ്ലാൻ ഇട്ടപ്പോൾ മേടിച്ചാട്ടോ. അപ്പം അത് കുറച്ചുണ്ടായിരുന്നു. ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം കുറച്ച് ഒറിഗാനോ കൂടെ ആഡ് ചെയ്യാം. അപ്പം നൂഡിൽസും എഗ്ഗ് സ്ക്രാമ്പിൾഡും പിന്നെ വെജിറ്റബിൾസും എല്ലാം മിക്സായി. ലാസ്റ്റ് ഐറ്റം ചിക്കനൂടുണ്ട്, അതുകൂടെ നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. ചിക്കനെല്ലാം ചോപ്പ് ചെയ്ത് കുഞ്ഞുകുഞ്ഞായിട്ട് ചോപ്പ് ചെയ്താണ്, അതും ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് നല്ലൊരു ഇതായിട്ട് എടുക്കാം കേട്ടോ.